ഹലോ ഫ്രണ്ട്സ്, ഋതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? മഴയൊക്കെ എല്ലായിടവും ഒരുമാതിരി മാറി നിൽക്കുകയാണില്ലേ? ഇവിടെയും അതുപോലെ 2-3 ദിവസമായിട്ട് തോർച്ചയുണ്ട്. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടോ? കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും പഴയ വീഡിയോസ് കാണുകയും ചെയ്യാം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അടമാങ്ങ അച്ചാറിനുള്ള മാങ്ങ വാട്ടി ഉണങ്ങുന്ന രീതിയാണ് ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അടമാങ്ങ അച്ചാർ നേരത്തെ ഞാൻ ഇട്ട് കാണിച്ചിരുന്നു. ഇനി അന്ന് ഞാൻ പറഞ്ഞതാണ് അടമാങ്ങ ഉണങ്ങുന്ന രീതി കാണിക്കാമെന്ന്. പക്ഷെ മാങ്ങ പാകമായി വന്നപ്പോഴേക്കും മഴയായി പോയി. അതുകൊണ്ട് എനിക്കത് കാണിക്കാൻ സാധിച്ചില്ല. ഇപ്പം മഴ അല്പം ഒന്ന് മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് ഒന്ന് കാണിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ കഴുകി വൃത്തിയാക്കി ഇതൊന്ന് വാട്ടിയെടുക്കണം. അതിനായിട്ട് വേണ്ട ഞാൻ കിളിച്ചുണ്ടൻ മാങ്ങയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ മാങ്ങ ഉണ്ടെങ്കിൽ ഏത് മാങ്ങ ആയാലും ഇതുപോലെ വാട്ടിയെടുക്കാൻ സാധിക്കും. നമ്മൾ തൊലി എത്തണ്ട, ഒന്ന് കഴുകി വൃത്തിയാക്കി നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഇനി നിന്ന് കഴുകി വൃത്തിയാക്കി അരിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അടമാങ്ങയ്ക്കുള്ള മാങ്ങ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ഇതിനി ഞാൻ ഉപ്പൊന്നും പുരട്ടുന്നില്ല. ഉപ്പ് പുരട്ടിയാലും കുഴപ്പമില്ല, ഉപ്പ് പുരട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. 1 വർഷം വരെ ഇരുന്നാലും ചീത്തയാകത്തില്ല. കഴിഞ്ഞ വർഷത്തെ ഇപ്പോഴും അല്പം കൂടെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് നമ്മൾ ഇഡലിക്കുട്ടകത്തിനകത്ത് വെള്ളം ഒഴിച്ച് അതിൻ്റെ തട്ടത്തിനകത്തോട്ട് വാരി വെച്ചാണ് ആവി കയറ്റുന്നത്. ഇനി നമുക്കതിന് ശേഷം കാണാം. ഇഡലിക്കുട്ടകത്തിനകത്ത് ഞാൻ മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ ഉപ്പോ മഞ്ഞപ്പൊടിയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം. വെള്ളം തിളച്ച് ഒരു 2-3 മിനിറ്റിനകം ഒരു സൈഡ് ആവി കയറും. അന്നേരം നമ്മൾ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ടൊന്ന് ഇളക്കി വെക്കണം, മറുഭാഗം കൂടെ വേകുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ ഈ മാങ്ങ നമ്മുടെ പച്ചമാങ്ങ അച്ചാറിടുന്നതിലും ടേസ്റ്റിയാണ്. ഇത് ഇടാൻ ഒരുപാട് പേർക്ക് അറിയാൻ വയ്യാത്ത രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മാങ്ങ അച്ചാറ് കച്ചവടം ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഇതുപോലെ മാങ്ങ അധികം വീട്ടിലുണ്ടെങ്കിൽ അല്ലെ എവിടുന്നെങ്കിലും വാങ്ങിച്ചൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചാൽ നല്ല അടമാങ്ങ അച്ചാറുണ്ടാക്കി ബിസിനസ് ചെയ്യാൻ സാധിക്കും. വളരെ ടേസ്റ്റിയാണിത്. നമുക്കറിയാം, ഒന്നും മാങ്ങ നമുക്ക് മാർക്കറ്റിൽ പോലും വാങ്ങാൻ കിട്ടത്തില്ല. മാർക്കറ്റിൽ വാങ്ങാൻ അമിത വിലയാണ്, എന്നാലും ചില സമയത്തൊന്നും കിട്ടത്തില്ല. ഇനിയിപ്പം നമ്മുടെ മണ്ണാർശാലിലായില്യം, പിന്നെ ആദ്യമേ ഇവിടെ ആണല്ലോ വെട്ടിക്കോടായില്യം, മണ്ണാർശാലിലായില്യം, ശബരിമല, പിന്നെ അയ്യപ്പൻ്റെ വൃശ്ചികമാസം ഇതെല്ലാം വരുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ വ്രതം എടുക്കുന്നവർക്കൊക്കെ അച്ചാറിട്ടും, പിന്നെ സ്കൂളിൽ പോകുന്നവർക്ക്, ജോലിയുള്ള അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും ഒക്കെ ദിവസവും സ്കൂളിൽ ഓരോരോ വിഭവങ്ങൾ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അച്ചാറിന് ഇതും ഉണ്ടെങ്കിൽ നമുക്കിതും റെഡിയാക്കി എടുക്കാം. ഇത് ഞാൻ എങ്ങനെ ഇടുന്നതെന്നുള്ള അച്ചാർ ഇട്ടതുണ്ട്, അതെല്ലാവരും ഒന്ന് കാണുകയും ചെയ്യണം. നമുക്ക് കുട്ടകം ഒന്ന് തുറന്ന് നോക്കാം. ഒരു സൈഡ് ഏകദേശം ആവി കയറി. നമുക്കിനി സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തുകൊണ്ട് ഇത് മറിച്ച് വെക്കാം. ഇങ്ങനെ നമ്മൾ ഒന്ന് ഇളക്കി വെച്ചാൽ മതി. ഒരുപാട് വെന്ത് പോകരുത്. ഒരുപാട് വെന്ത് പോയാൽ ആ നമ്മളിത് വെയിലത്തിടുന്ന പായയിലോ ചാക്കയിലോ ഒക്കെ ആണെങ്കിൽ, ചാക്കയിലിടുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ചാക്കയിലിടണം, ഒക്കെ അങ്ങ് പറ്റും. ഇത്രയേ ഉള്ളൂ. ഇതിന് വലിയ ജോലിയൊന്നുമില്ല. ഇതിന് ഉണക്കിയെടുക്കുന്നതാണ്. വെയിലുണ്ടെങ്കിൽ ഒരു പ്രയാസമില്ല. നമുക്കൊരു 2-3 ദിവസത്തെ നല്ല വെയിൽ കൊള്ളുമ്പോൾ ഉണക്കിയെടുക്കാൻ സാധിക്കും. ഇളക്കി വെച്ച് ഇനി ഒന്നുകൂടെ പെട്ടെന്ന്, ഇനി മുമ്പത്തെ അത്ര സമയം വേണ്ട. ഞാൻ ശേഷം കാണാം. ഞാൻ കഴിഞ്ഞ വർഷം ഉണക്കി വെച്ചിരിക്കുന്ന അടമാങ്ങയാണ്. ഞാൻ ഉപ്പോ മഞ്ഞപ്പൊടിയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അതെൻ്റെ ഇതുവരെ പൂത്തിട്ടുമില്ല. ഒരു കുഴപ്പവും ഇല്ല ഇതിന്. കാരണം ഇങ്ങനെ നമ്മൾ ഉപ്പ് ചേർക്കാതെ വെക്കുമ്പം പ്രഷറൊക്കെ ഉള്ളവർക്കൂടെ വല്ലപ്പോഴും കൊതിക്കൊരു ശകലം എടുത്ത് കറി വെച്ചോ അല്ലെങ്കിൽ അച്ചാറിടുമ്പോഴൊക്കെ ശകലമൊക്കെ ഒന്ന് കൂട്ടാൻ പറ്റും. പൂക്കത്തൊന്നുമില്ല. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഇനി നമുക്ക് മാങ്ങയുടെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ അത് പാകം തെറ്റിപ്പോവും. നമ്മുടെ മാങ്ങ വെന്ത് കഴിഞ്ഞ് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക.
ഓരോ മാങ്ങയുടെ മാംസത്തിന്റെ അനുസരിച്ചാണ് വേവ്. നല്ല കട്ടിയുള്ള മാങ്ങയാണെങ്കിൽ 10 മിനിറ്റ് വേണ്ടി വരും. അല്ലാത്തത് നമ്മൾ വെച്ചിട്ട് നോക്കണം. ഒരു ഭാഗം വാടുമ്പോൾ അടുത്ത ഭാഗം തിരിച്ചു വെക്കണം. നമുക്ക് നമ്മുടെ മാങ്ങ വെന്തോന്നൊന്ന് നോക്കാം. മാങ്ങ വെന്തിട്ടുണ്ട്. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഈ മാങ്ങയുടെ മാംസം അനുസരിച്ചാണ് നമ്മൾ വേവ് നോക്കേണ്ടത്. നല്ല കട്ടിയുള്ള മാങ്ങയാണെങ്കിൽ ഒരു വശം തിരിച്ചും മറിച്ച് വിട്ട് വേകാൻ 10 മിനിറ്റ് വേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ മാങ്ങ അടുപ്പേ വെച്ചിട്ട് സമയമൊന്നും നോക്കരുത്. നമ്മൾ നോക്കണം അതിൻ്റെ വേവ് എന്തായിരുന്നു. ഒരുപാട് അളിഞ്ഞു പോകരുത്. അതുകൊണ്ട് ഈ പരുവത്തിൽ നമ്മൾ വേവിച്ചെടുക്കണം. കണ്ടോ? ഇതിന് നമുക്ക് വെയിലത്തോട്ടൊന്ന് നിരത്തിയിടാം. 3-4 മാങ്ങ നമ്മൾ വെയിലത്ത് നിരത്തിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് ചാക്കയിലാണ് ഞാൻ നിരത്തിയിട്ടിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ ഒന്നേ തൊടാതെ നിരത്തിയിടണം. ഈ മഴ സമയത്തെങ്കിലേ നമുക്കിത് ഉണക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇത് ഉണങ്ങുമ്പോൾ നന്നായിട്ട് അങ്ങ് ചുരുളും. നമ്മൾ ഒരു സൈഡ് ഉണങ്ങുമ്പം ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുകയും കൂടെ ചെയ്യണം. ഇനി നമുക്കിതുപോലെ ബാക്കി കുറച്ചുകൂടെ ഉണ്ട്. അതുകൂടെ ഒന്ന് അരിഞ്ഞ് വാട്ടിയെടുത്തുകൊണ്ട് വരാം. മാങ്ങയ്ക്ക് വേണ്ടി നമ്മൾ ഉണക്കിക്കൊണ്ടിരിക്കുന്ന മാങ്ങയാണ് ഈ പാതകത്തെ നിരത്തിയിട്ടിരിക്കുന്നത്. പുകയില്ലാത്ത അടുപ്പാണിത്. പുകയില്ലാത്ത അടുപ്പാകുമ്പോൾ സ്റ്റീൽ ആയതുകൊണ്ട് നന്നായിട്ട് ചൂട് നിൽക്കും. നമ്മൾ അതേ നിരത്തിയിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വീട്ടിൽ തീ കത്തിക്കുന്ന അടുപ്പാണുള്ളതെങ്കിൽ അതേ നിരത്തിയിട്ടാൽ മതി. അല്ലാതെ പുകയില്ലാത്ത അടുപ്പെ ചുമ്മാതെ നിരത്തിയാൽ പറ്റത്തില്ല. ഇപ്പൊ എല്ലാവരും സ്റ്റൗവിലും ഗ്യാസിലും ഇൻഡക്ഷൻ കുക്കറിലും ഒക്കെ പരിപാലിക്കുന്നവർ അടുപ്പിൽ തീ കത്തിക്കുന്നിടം കുറവായിരിക്കും. അടുപ്പിൽ തീ കത്തിക്കുന്നിടമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നിരത്തിയിട്ട് ഉണക്കിയെടുക്കാൻ സാധിക്കും. ഇനി വെയിലുണ്ടെങ്കിൽ നാളെ നമുക്ക് വെയിലത്തിടാം. അല്ലെങ്കിൽ ഇവിടെ തന്നെ നിരത്തിയിട്ട് ഉണക്കിയെടുക്കാം. ഒരു ദിവസത്തെ വെയിൽ കിട്ടിയാൽ മതി. ചീത്തയാകാതെ കിട്ടും. നമ്മുടെ അടമാങ്ങ അച്ചാറിനുള്ള മാങ്ങ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു ടിന്നിലേക്ക് എടുത്ത് വയ്ക്കാം. ഈ മാങ്ങ ഉപയോഗിച്ച് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടമാങ്ങ അച്ചാർ ഉണ്ടാക്കി തിന്നാം. ഒറ്റപ്പിടി മാങ്ങ മതി ഒരു വീട്ടിലേക്ക് ഒരാഴ്ചത്തേക്ക് കാണും. നല്ല ഒരു പിടി മാങ്ങ. അത് അച്ചാറിടുന്ന വിധം ഞാൻ നേരത്തെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. തിളച്ച വെള്ളത്തിൽ ഇട്ട് ഇത് കൊതുത്തതിന് ശേഷമാണ് നമ്മൾ ഇടുന്നത്. ഇനി നമുക്കിത് അടച്ച് സൂക്ഷിച്ച് വയ്ക്കാം. ഇപ്പൊ ഈ രീതി അറിയാൻ വയ്യാത്തവരെല്ലാം ഈ രീതിയിൽ മാങ്ങ വാട്ടി ഉണങ്ങി സൂക്ഷിച്ചു വെച്ച് അച്ചാറും മറ്റ് മാങ്ങ വിഭവങ്ങളും ഉണ്ടാക്കി കഴിക്കുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് രേഖപ്പെടുത്തുകയും ചെയ്യണം. ഇതുപോലെ മറ്റൊരു വീഡിയോ ഉടൻ തന്നെ കാണാം. താങ്ക് യു.